എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറിലേക്ക് സ്വാഗതം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പർ മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ചതയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Empress energy, Tower moment, Star, 6 of Pentacles, 10 of Cups, 9 of Cups. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ എംപ്രസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയിൽ ഒരു പുതിയ മെമ്പർ കൂടി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു സാഹചര്യമാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ കോളേജിൽ ഒക്കെ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ഇപ്പോഴും അവരുടെ ആ ഒരു ഏജ് ബേസിസിൽ, അതായത് പാരൻസ് നിങ്ങൾക്കൊരു ബ്രദറോ സിസ്റ്ററോ ഉണ്ടാകാൻ സാധ്യത എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പക്ഷേ നിങ്ങളിപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും നിങ്ങളുടെ പാരൻസിന് ഒരു കുട്ടി കൂടി ഉണ്ടാവാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാവാനുള്ള ചാൻസസ് ആണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നോക്കുന്നത് എങ്കിൽ ചതയം നക്ഷത്രത്തിൽപ്പെട്ട മക്കളുള്ളവരാണെങ്കിൽ അവർക്കൊരു ബ്രദർ സിസ്റ്റർ വരാനുള്ള ചാൻസസ് ആണ് സൂചിപ്പിക്കുന്നത് എന്ന് തന്നെ പറയാം. ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. പ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രഗ്നൻസി ആവാം സൂചിപ്പിക്കുന്നത്. ജനറലി ഫാമിലിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി സിറ്റുവേഷൻ, തീരെ പ്രതീക്ഷിക്കാത്ത കുറച്ച് സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു പ്രഗ്നൻസി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ചില ആളുകളിൽ സെറോഗസി പോലുള്ള കാര്യങ്ങളുണ്ട്. അത് വളരെ ചുരുക്കം ചില ആളുകൾ അങ്ങനത്തെ ഒരു സാധ്യത, വ്യത്യസ്തമായിട്ടുള്ളൊരു ഗർഭധാരണവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുന്നു. സന്തോഷമുള്ള കാര്യം തന്നെ, പക്ഷേ കുറച്ച് വിചിത്രമായിട്ടുള്ള രീതിയിലെന്ന് പറയാം. സാധാരണ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എന്തായാലും പ്രഗ്നൻസി സിറ്റുവേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു തുടക്കമായിരിക്കും ജീവിതത്തിൽ. നിങ്ങളുടെ ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ പഠനം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് വേറെ ഒരു കോഴ്സ് എടുക്കുന്നതോ വ്യത്യസ്തമായിട്ടുള്ള മേഖലയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നതോ ഒക്കെ ആവാം. ഇപ്പോൾ ചിലപ്പോൾ BCom പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ പിന്നെ അതിനുശേഷം MBA MCA ചെയ്ത് പോകുന്നതോ, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റേതെങ്കിലും കോഴ്സ് പഠിച്ചിട്ടില്ല, ഇപ്പോൾ മെഡിസിന് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പാരാമെഡിക്കൽ അതായത് ഡോക്ടർ എന്നുള്ളതിലേക്ക് പോകാതെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മെഡിക്കൽ ഫീൽഡിൽ മറ്റെന്തെങ്കിലും തലത്തിലേക്ക് പോകുന്നതിനുള്ള ഒരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള പാതയിൽ നിങ്ങൾ സഞ്ചരിക്കുന്നതാവാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. മാതാപിതാക്കളുടെ സപ്പോർട്ട് എല്ലാത്തിലും ഉണ്ടാകുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഈ ഒരു മാസം. അതോടൊപ്പം തന്നെ ടവർ മൂവ്മെന്റ് ആണത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യം. ചില ആളുകൾക്ക് ഇത് പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നുമല്ല, ഒരു പ്രഗ്നൻസി ആയിരിക്കാം. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് നിയമപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നിയമത്തെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാകുക. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ അബദ്ധം പറ്റുന്നുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ നിയമത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ്. വലിയ രീതിയിൽ നിങ്ങളെ അത് മാനസികമായിട്ട് തകർക്കുന്നതോ അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു നിയമത്തോടുള്ള ഭയം, അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തോടുള്ള ഭയം, അത് മാറിക്കിട്ടുന്നുണ്ട്. കാരണം നിങ്ങൾ നിയമത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള, അതായത് ഒരു ഭയമുണ്ട്, ഉള്ളിൽ ഭയം. അതായത് ചില ആളുകൾക്ക് മരണഭയമാവാം. ആ ഒരു മരണഭയം ഉള്ളിലുള്ള ആളുകൾക്ക് അതൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി നിങ്ങളുടെ ഉള്ളിൽ അനാവശ്യ ഭയമുണ്ട് എങ്കിൽ മഹാദേവൻ, ശിവനെ ആരാധിക്കുക. ആ ഒരു
എന്താണ് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. അനാവശ്യ ഭയം ഒഴിവാക്കി വരുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ഭയങ്ങളും ഒഴിവായി നിങ്ങൾ വളരെ അതായത് ആ ഒരു പ്രപഞ്ച ശക്തിയിൽ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്ന സാഹചര്യമാണ്. സ്റ്റാർ കാർഡാണ്. ദൈവാനുഗ്രഹം വേണ്ടുവോളുള്ള ഒരു സമയമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള അനാവശ്യ ഭയങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ജീവിതം മുന്നോട്ടേക്ക് പോവാണ്. പ്രത്യേകിച്ച് റിട്ടയർ ആയിട്ടിരിക്കുന്നവരോ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അതായത് ചില ആളുകൾ പ്രായമായി കഴിയുമ്പോഴത്തേക്കും മരണഭയം കൂടുതലായിരിക്കും. അല്ലെങ്കിൽ അവര് ഇനിയിപ്പോ എനിക്കൊന്നും ചെയ്യാനില്ല, പ്രായമായി, അത്രയായി, ഇനി ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചിന്തിക്കുന്നവരോട് പറയാനുള്ളത് ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ നല്ല സമയമാണ് നിങ്ങൾക്ക്. ഇപ്പോൾ 60 വയസ്സോ അതിന് മുകളിലുള്ളവരോ ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രായമായിരിക്കും നിങ്ങൾ ജീവിത വിജയം നേടുന്ന സമയം. ഇപ്പൊ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഒത്തിരി ശ്രമങ്ങൾ നടത്തിയിട്ട് ജീവിച്ചിട്ട് ഒത്തിരി നിങ്ങൾ ആഗ്രഹിച്ച ലെവലിൽ പോകാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ചെയ്യുന്ന എന്തോ ഒരു കൊച്ചു കാര്യമായിരിക്കും. ചെറിയ രീതിയിൽ ബിസിനസ് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും സാമ്പത്തിക ബെനിഫിറ്റ് ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. അത് വലിയ രീതിയിൽ സക്സസ് ആവുന്നുണ്ട്. അപ്പോൾ സക്സസ് ആവുമ്പോൾ തന്നെ നിങ്ങൾ ആ അവസരം പാഴാക്കാതെ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയും വിപുലമായിട്ട് വലിയ രീതിയിലേക്ക് നിങ്ങൾ ഫേമസ് ആവുന്നുണ്ട്. പേരും പ്രശസ്തിയും കാര്യങ്ങളും ഒക്കെ വരുന്ന അതോടൊപ്പം സാമ്പത്തികമായിട്ടും വളരെ ഉയരത്തിലേക്ക് പോകാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുകയും ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങളെ തഴഞ്ഞിട്ടില്ല, നിങ്ങളെ അവഗണിച്ചിട്ടുള്ള ആളുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അതായത് നിങ്ങളെ പ്രശംസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പണ്ട് മുതലേ നിങ്ങൾ വളരെ സൗഹൃദത്തിലായിരുന്നു എന്നുള്ള രീതി, അതായത് ഒരാൾ സാമ്പത്തികമായിട്ടും മറ്റു രീതികളിലും ഒക്കെ ഉയർന്നു പൊങ്ങുമ്പോൾ അതുവരെ കൂടെ നിൽക്കാത്ത ആളുകൾ എനിക്ക് വളരെ അടുപ്പമുള്ളവരാണ്, ബന്ധുക്കളാണ്, സുഹൃത്തുക്കളാണ് എന്നൊക്കെ പറഞ്ഞ് കൂടെ പറ്റിച്ചേർന്ന് നിൽക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് അഭിമാനം കൊള്ളാനൊക്കെ ഉള്ള ഒരു സാഹചര്യം ഇവിടെ സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. 6 ഓഫ് പെന്റക്കിൾസ് എനർജിയാണ്. ഇതുവരെ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ഔദാര്യം പറ്റിയിട്ടുള്ളൂ, ആർക്കും സഹായം നൽകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നുവെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതായത് വീടില്ലാത്ത ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ സാമ്പത്തിക സഹായമോ അല്ലാതെയുള്ള സഹായങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. മനസ്സിന് ഒത്തിരി സന്തോഷം തരുന്ന ഒരു സമയമായിരിക്കും. കാരണം നിങ്ങൾ മറ്റൊരാൾക്ക് കുറച്ച് ഇത്ര തുക സാമ്പത്തികമായിട്ട് സഹായം നൽകുക എന്നുള്ളതും ഇതുവരെ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മേടിക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യമായിരിക്കും. പക്ഷെ അതിന് അല്ലെങ്കിൽ സാഹചര്യം അനുവദിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയാണ്, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നു, അതിലൂടെ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ചെറിയ രീതിയിൽ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് തിരിച്ച് എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് തന്നെ പറയാം. അതേപോലെ 10 ഓഫ് കപ്സ് എനർജിയാണ്. ഫാമിലിയുടെ സപ്പോർട്ട് വേണ്ടുവോളം ഉണ്ട് എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു. കുടുംബാന്തരീക്ഷവും വളരെ സുഭദ്രമായിട്ടിരിക്കുന്ന സമയമാണ്. അച്ഛനമ്മ, മക്കൾ, സഹോദരങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ അടുത്ത ബന്ധങ്ങൾ എപ്പോഴും നിങ്ങളോട് കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ ബന്ധങ്ങളിൽ വളരെയധികം നിങ്ങളെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ട് അഭിമാനം തോന്നുന്ന സമയമാണ്. അവർക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് സന്തോഷം നൽകാൻ പറ്റുന്ന സാഹചര്യം എന്നൊക്കെയുള്ള ഒരു സമയം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ കുടുംബമായിട്ട് അധികം സമയം ചെലവഴിക്കാൻ പറ്റാത്ത ആളുകളും അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം കുടുംബമായിട്ട് ഒത്തിരി സമയം ചെലവഴിക്കാനായിട്ട് പറ്റുന്നുണ്ട്. നല്ല നല്ല ഭക്ഷണങ്ങൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ, നല്ല ഹോട്ടലുകളിൽ പോവുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഇടങ്ങളിലേക്ക് അവരെ കൊണ്ടുപോവുക. തീരെ സാമ്പത്തികമായിട്ട് താഴെക്കടയിൽ നിന്നിരുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാധ്യതകളുള്ള സമയമാണ്. കൊച്ചവസരമാണെങ്കിൽ പോലും ഒരു 10 രൂപ കിട്ടാൻ സാധ്യതയുള്ള കാര്യമാണെങ്കിൽ പോലും അത് ഏറ്റെടുത്ത് ചെയ്യുക. കാരണം ആ ഒരു 10 രൂപ എന്ന് പറയുന്നതായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ആ കിട്ടുന്ന ഇതിൽ നിന്ന് നിങ്ങൾ അത് വിപുലീകരിക്കാനുള്ള അവസരങ്ങളും മാർക്കറ്റിംഗ് മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. 9 ഓഫ് കപ്സ് എനർജിയാണ്. തീർച്ചയായിട്ടും വിഷ് കം ട്രൂ ആണ്. ഇപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് എന്താ ആഗ്രഹിക്കുന്നു അത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ആഗ്രഹിക്കുമ്പോൾ നെഗറ്റിവിറ്റി തീരെ ഇല്ലാതെ ആഗ്രഹിക്കുക. മനസ്സറിഞ്ഞ് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക. ചില സമയങ്ങളിൽ നമ്മൾ പറയും, നമ്മൾ ഒരു ബിരിയാണി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോൾ ബിരിയാണി വന്നിട്ടുള്ള അനുഭവം ചില ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. ഇന്നത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ പറയാറുണ്ട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കൂടി ആഗ്രഹിക്കാമായിരുന്നു എന്ന്. അതുപോലത്തെ ഒരു സമയമാണ്.
നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക. ഈ മാസത്തിൽ നെഗറ്റീവ് ഒന്നും ചിന്തിക്കാതിരിക്കുക. കാരണം നെഗറ്റീവ് ആയാലും അത് സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നല്ലത് മാത്രം ചിന്തിക്കുക. കാരണം നിങ്ങളിവിടെ ചിന്തിക്കുന്നതോ ആ ഒരു പ്രപഞ്ചശക്തിയോട് പറയുന്നത് നിങ്ങൾക്ക് തഥാസ്തു എന്നുള്ളതാണ് അതിനുള്ള മറുപടി. അതുകൊണ്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് ദൈവത്തെയാണ് ഈ ഒരു മാസം ആരാധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അർദ്ധനാരീശ്വരനെയാണ് ആരാധിക്കേണ്ടത്. മഹാദേവനും പാർവതി ദേവി സമേതനായിട്ടുള്ള മഹാദേവനെ ആരാധിക്കുക. അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ ആരാധിക്കുക. നമ്മൾ ടാരറ്റ് ബേസിസിൽ പറയുകയാണെങ്കിൽ മെസ്കുലിൻ ആൻഡ് ഫെമിനൈൻ എനർജി എന്നുള്ളതാണ്. അത് മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ രണ്ട് സൈഡും, നമ്മൾ മെസ്കുലിൻ ഫെമിനൈൻ എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും പോലെ, സൂര്യൻ ഒരു മസ്കുലൈൻ എനർജി, ചന്ദ്രൻ ഒരു ഫെമിനൈൻ എനർജി എന്നുള്ള, ഫെമിനൈൻ മസ്കുലൈൻ എന്ന് പറയുമ്പോൾ സ്ത്രീയും പുരുഷനും എന്നുള്ള രീതിയിലാണ് നമ്മൾ പൊതുവെ സ്ത്രീ പുരുഷൻ സങ്കല്പം എന്നുള്ള രീതിയിൽ. അതിൽ സ്ത്രീ താഴെയും പുരുഷൻ മുകളിലും എന്നുള്ള രീതിയിലല്ല. സ്ത്രീയുടേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അതായത് സ്നേഹിക്കുകയും മമതയും സ്നേഹവും ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്ന, അതേപോലെ മറ്റ് പുരുഷന്റേതായിട്ടുള്ള സങ്കല്പം എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടിരിക്കുക, അതേപോലെ ബോൾഡ്, കറേജ്, ഇതൊക്കെയാണ് കാണിക്കുന്നത്. ഇത് രണ്ടും കൂടി ചേർന്നാലാണ് ജീവിതത്തിൽ ബാലൻസ് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ് ഇവിടെ പറയുന്നത്. അതോടൊപ്പം തന്നെ മഹാദേവൻ ശിവനെ ആരാധിക്കുക. അതേപോലെ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് ഭയം ഒഴിവാക്കാൻ സഹായിക്കും. അല്ലാതെ വേറെ പ്രശ്നങ്ങളല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള പലതരത്തിലുള്ള ഭയങ്ങളും ഒഴിവാക്കാൻ ഇത് സഹായിക്കും എന്നുള്ളത്. അതുകൊണ്ട് മഹാദേവനെ പ്രത്യേകം ആരാധിക്കുക. അർദ്ധനാരീശ്വര സങ്കല്പത്തിലുള്ളത് പാർവതി ദേവി മഹാദേവനുമായിട്ടുള്ള ക്ഷേത്രം സന്ദർശിക്കുന്നതും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.